അതുകൊണ്ട് ആദിക്ക് ധനാനീറൂപ്പും കമാകിയ, നിങ്ങൾ തന്ന സ്വർണ്ണ നാണയം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചെലവാക്കിയിട്ടില്ല. ഇൻഷെത്തുമ്പോ കൊതൂഹ, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി. ഒൻഷെത്തുമ്പോ ദഹുക, വേണ്ടെങ്കിൽ ഒഴിവാക്കി ചെയ്തളിന്നാണ്. അല്ല, എനിക്കത് വേണ്ട. അതാണ് മഹാനവള് സുഖത്ത്. ഇനി അന്നക്ക ഇന്നമാ തകല്ലഫനി മുഫാറഖത്തൽ മദീനത്തി, നിങ്ങൾ എന്നോട് മദീന വിടുവാൻ പ്രേരിപ്പിച്ചതും അത് നിങ്ങൾ എന്നോട് കൽപ്പിച്ചതും എന്തുകൊണ്ട് മാത്രമാണ്? ഇലയ്യ, നിങ്ങൾ എന്നിലേക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ഈ സ്വർണ്ണനാണ് തന്നില്ലേ, ആ ഒരു കാര്യം കൊണ്ട് എന്നെ വശീകരിച്ചെടുത്തിട്ട് ഇറാഖിലേക്ക് പിന്നെ നിങ്ങൾ പുണ്യ മദീന വിട്ട് എന്നോട് പോരാൻ പറയല്ലേ, അതല്ലേ കാര്യം. അതുകൊണ്ട് പോലെ ഓസിറുദ്ദുനിയ അല മദീനത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിന്റെ മദീന, അതിനേക്കാൾ അപ്പുറം ഞാൻ ഒന്നും തെരഞ്ഞെടുക്കുന്നില്ല, എന്നെ വിളിക്കണ്ട എന്ന് ഹാറൂൺ റഷീദിനോട് റസൂലുള്ളാഹിയുടെ പ്രേമം അറിയിച്ചു കൊടുത്തു. അതാണ് സുഹദ്. അങ്ങനെ കാന സുഹദ് മാലിക് റളിയല്ലാഹു അൻഹു ഫിദ്ദുനിയ, ഇതേ രൂപത്തിലായിരുന്നു ഈ പ്രപഞ്ചത്തിൽ മഹാനവറുൽ സുഹദ് എന്ന് മനസ്സിലാക്കുക. വലമ്മ ഹുമിലത്ത് ഇലയിൽ അംവാലുൽ കസീറത്തും മിൻ അത്റാഫി ദുനിയ, ദുനിയാവിന്റെ പല ഭാഗങ്ങളിലും പല കോണുകളിൽ നിന്നും ധാരാളം സമ്പത്തുകൾ മഹാനവറുടെ അടുത്തേക്ക് ഒഴുകി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒഴുകാൻ കാരണം? ലിന്തിശാരി ഇൽമിഹി വഅസ്ഹാബിഹി, മഹാനവറുടെ വിജ്ഞാനവും ശിഷ്യന്മാർ ലോകാകെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇത് വൈറലായതുകൊണ്ട് തന്നെയാണ് എല്ലാ വാസം സ്വത്ത് വരാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു മൂപ്പര്? നന്മയുടെ വഴികളിലൂടെ ആ സമ്പത്ത് എല്ലാം വിട്ടുപിരിച്ചു കൊടുത്തു. മൂപ്പറൊന്നും എടുത്തില്ല. മഹാനവറുകൾ ഈ സമ്പത്ത് മുഴുവൻ വന്നിട്ടും നന്മയുടെ വഴിയിലൂടെ ഇതൊക്കെ ചെലവഴിച്ചതും ധർമ്മം ചെയ്തതും മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ദുനിയാവിൽ സായിദാണ് മൂപ്പര്, ദുനിയാവിലുള്ള പ്രേമം വളരെ കുറവാണ് എന്നറിയിക്കുന്നില്ലേ സംഭവങ്ങൾ എന്നാണ്. എന്നാ മനസ്സിലാക്കുക, ഫഖ്ദൽ മാലി, സമ്പത്തില്ലാതിരിക്കലാണ് സുഹൃദ് എന്ന് ശരിയല്ല. എല്ലാരും ധരിച്ചത് അങ്ങനെയാണ്, പൈസ അല്ലയോ സായിദ്, അങ്ങനെയല്ല. പിന്നെന്താണ്? സമ്പത്ത് കയ്യിലുണ്ട്, ആ സമ്പത്തുമായുള്ളതായിരിക്കുന്ന കൽബിയ ബന്ധം ഒഴിവായിരിക്കണം. സമ്പത്ത് സമ്പത്ത് സ്വത്ത് എന്നുള്ള കൽബിലേക്ക് ചിന്ത വരാതിരിക്കുക. അപ്പൊ കൽബ് അതിനത്തുള്ള ബന്ധം ഒഴിഞ്ഞു നിൽക്കണം. അതാണ് സുഹൃത്ത്. ഇത് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ. എന്തിനേറെ പറയുന്നു, വലഖദ് ഖാല സുലൈമാൻ അലൈഹിസ്സലാം ഫീ മുൽക്കിഹി ബിസ്സുഖാദി, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, ഭരണാധിപനാണ് ലോകത്താകെ. ആ ഭരണാധിപൻ ഭരണം കയ്യിലുണ്ടായിരിക്കുക ആ സമയത്ത് പോലും എല്ലാ സൗകര്യം ഉണ്ടായിട്ടും മഹാനവറുകൾ പ്രപഞ്ചത്യാഗിയാണ്, സാഹിദിയിൽപ്പെട്ട ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രപഞ്ചത്തെ വളരെ നിസ്സാരമായി വൽക്കരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്ന തെളിവുമാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നെന്നെ ആരത്തൊട്ട് അനിസാബി റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫി തങ്ങളെ തൊട്ട്. എന്താണത്? അന്നഹു ഖാല, നിശ്ചയമാണ് ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട്. എന്ത്? റഅയ്തു അലാ ബാബി മാലികിൻ ഖുറാൻ മിൻ നബറാസ് ഖുറാസാൻ വയുഖാലു മിസ്ർ, മിസ്റില എന്നും പറയുന്നുണ്ട്, അല്ല ഖുറാസാല എന്നും പറയുന്നുണ്ട്. അവിടെ ഉള്ളതായിരിക്കുന്ന കുതിരകളിൽ എല്ലാതും ഒത്തിറങ്ങിയതായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഉള്ള ഒരു കുതിര സംഘം എവിടെ കണ്ടു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കൽ കണ്ടു. അതിനേക്കാൾ മുന്തിയതായിരിക്കുന്ന കുതിര ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും മുന്തിയതായിരിക്കുന്ന കുതിര. മാലിക് റളിയല്ലാഹു, അപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഇതിനെത്ര ആയാക്കിയത്, അല്ലാത്ത റകുണ്ടല്ലോ കാണാൻ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനോട് പറഞ്ഞു, ഹുവാദിയത്തും മിന്നീലൈക, ഇത് പറയേണ്ട താമസം, യാ അബാബിദില്ലാഹ്, ഇതാ കൊണ്ടുപോയിക്കോ, എന്റെ ഭാഗത്ത് താങ്കളിലേക്ക് ഇതാ ഞാൻ ഹദിയായി തന്നിട്ടുണ്ട്, കൊണ്ടുപോയിക്കോ.
ഇത് പറയുമ്പോൾ ഈ കാണുന്ന കുതിരക്കൂട്ടങ്ങളിൽ നിന്ന് അങ്ങേക്ക് വാഹനം ചെയ്യാൻ സവാരി ചെയ്യുവാൻ പറ്റുന്ന ഒരു മൃഗം അവിടെ നിങ്ങൾ സ്വന്തം ശരീരത്തിന് വേണ്ടി പിടിച്ചു വെക്കണം, എല്ലാം കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ വഖാല മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി അസ്തഹി മിനല്ലാഹി തആല, അല്ലാഹുവിന്റെ ഭാഗത്ത് ഞാൻ നാണിക്കുകയാണ്. എന്തിന്? അന്നതാ തിർബതം ബിഹാ നബിയുല്ലാഹി ബിഹാഫിരി ദാബ്ബ, മുത്തുനബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മദീന മണ്ണ്, ഈ മദീന മണ്ണിലൂടെ കുതിരപ്പുറത്ത് നല്ലോണം കുതിരയുടെ കുളമ്പടി കൊണ്ട് ഞാൻ സവാരി ചെയ്തിട്ട് ചവിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നാണമാണ്. ഫൻദുറു ഇലാ സഖായിഹി ഇദാ വഹബ ജമീഅ ദാലിക ദഫഅതൻ വാഹിദ, മഹാന്റെ വീട്ടിന്റെ പടിക്കൽ വന്ന സമ്പത്ത് മുഴുവനും ഒറ്റയടിക്കൽ കൊടുത്തു യോഷാരമായി. ആ കൊടുത്ത ധർമ്മത്തിലേക്ക് നോക്ക്. വൈലാ തൗഖീരി തിർബത്തിൽ മദീന, മദീനയുടെ മണ്ണിനെ, നബിത്തങ്ങളെ മണ്ണിനെ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു ആദരിച്ച് നോക്ക്. പോരെ ഇത്രയെല്ലാം മഹാനവറുകൾ ജാഹിദാവർക്ക് തെളിവ്. ഇങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം. ഈ മഹാന്മാർ ജീവിച്ച പാതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിക്കുന്നത് ഇവരെ പറ്റി നമ്മൾ എങ്ങനെ ആക്ഷേപിക്കാനാ? വയദില്ലു അലാ ഇറാദതിഹി ബിൽ ഇൽമി വജ്ഹല്ലാഹി തആല വസ്തിഹ്ഖാരിഹി ലിദ്ദുനിയ, പ്രപഞ്ചത്തെ നിസാരവൽക്കരിക്കുകയും ഇൽമു കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചിട്ടുമുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്ന തെളിവ് മാറുവിയ അൻഹു, മഹാനവറുകൾ തൊട്ട് റിപ്പോർട്ട് ചെയ്ത വന്നു തന്നെയാണ്. അന്നഹു ഖാല, മഹാൻ പറയുന്നു, ദഖൽതു അലാ ഹാറൂൻ റഷീദ്, ഞാൻ ഹാറൂൻ റഷീദിന്റെ അടുത്തേക്ക് ഒന്ന് കടന്നു ചെന്നു. ഫഖാല ലി, അപ്പോൾ എന്നെ വിളിച്ചു, യാ അബാബിദില്ല, അബാബിദില്ലേ എന്ന് വിളിച്ചിട്ട് പറയുന്നു, യംബഈ, അത്യാവശ്യമാണ്, അൻ തഖ്തലിബ ഇലൈനാ, നീ നമ്മളെ കൂടെ വരല്, അത്തായിസ്മ സുലിയാന മിൻക അൽ മുവത്ത, നിങ്ങളെ ഭാഗത്തുനിന്നായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് മുവത്ത ഒന്ന് വായിച്ചു കേൾക്കണം. അപ്പൊ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ അടുത്തുനിന്ന് മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം നമ്മുടെ കുട്ടികൾ വായിക്കുന്നു, അത് പഠിക്കുന്നു, കേൾക്കണം. അങ്ങനെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്കൊന്ന് പോരണം എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ കാല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞത്, അസ്സല്ലാഹു മൗലാനൽ അമീർ, നമ്മുടെ മൗലയായിരിക്കുന്ന അമീറായിരിക്കുന്ന ഭരണാധിപനെ അല്ലാഹു തആല യോഗ്യത നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം പറയുന്നു, ഇന്ന ഹാദൽ ഇൽമ മിൻകും ഖറജ, നിങ്ങൾ ഈ പറയുന്ന വിജ്ഞാനമുണ്ടല്ലോ അത് നിങ്ങളിൽ നിന്ന് പുറത്തുപോയി. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താ? ഇന്നൻതും അസ്സസ്തുമൂഹു അസ്സ, നിങ്ങൾ ഈ വിജ്ഞാനത്തെ യോഗ്യതമായി കാണുകയാണ് എങ്കിൽ യോഗ്യമായ ഇൽമ്, വഇന്നൻതും അദല്ലൽതുമൂഹു ദല്ല, ഈ വിജ്ഞാനം നിങ്ങൾ നിസാരമായി കാണുകയാണ് എങ്കിൽ ആ ഇൽമ് നിസാരമായി പോയി ഇല്ല. വൽ ഇൽമു, ഇൽമെന്ന് പറഞ്ഞാൽ യൂത്ത, ഇൽമിന്റെ അടുത്തേക്ക് ചെന്ന് വാങ്ങേണ്ടതാണ്. വലാ യഅതി, ഇൽമ് വരൂല, ഇൽമ് ആർക്കും ചെന്ന് കൊണ്ടേ കൊടുക്കേണ്ടതല്ല, തേടിങ്ങോട്ട് വരണം. അതുകൊണ്ട് നിങ്ങളെ കൂടെ മുഖത്ത് വായിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് വന്നോട്ടെ, അതാണ് അർത്ഥം. ഫഖാല സദഖത, അപ്പോൾ ഹാറൂൻ റഷീദ് പറഞ്ഞു, ശരിയാണ്, താങ്കൾ പറഞ്ഞു ശരിയാണ്. അതുകൊണ്ട് ഉഖ്റുജു ഇലൽ മസ്ജിദി ഹത്താ തസ്മഉ അന്നാസ്, നിങ്ങൾ പള്ളിയിലേക്ക് പോയിക്കോളൂ, ജനങ്ങളെല്ലാവരും മുവത്ത വായിക്കുന്നുണ്ട്, ആ ജനങ്ങളോടുകൂടെ നിങ്ങൾ മുവത്ത കേൾക്കാൻ വേണ്ടി പള്ളിക്ക് പോയിക്കോളൂ എന്ന് ഹാറൂൻ റഷീദന്റെ മക്കളെ പറഞ്ഞയച്ചു. ഇങ്ങനെയാണ് രാജാക്കന്മാരും മഹാന്മാരുമായി തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ. ഒരു രാജാവ് കൊടുത്തിവ കൂടല്ല, രാജാവ് പ്രിയപ്പെടുത്തല്ല, തെറ്റ് തിരുത്തി കൊടുക്കുക, അതൊക്കെയാണ് പോയത്. ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മളെങ്ങനെ ആക്ഷേപിക്കാൻ നടക്കൂല. ഇവരൊക്കെ ബാത്തിനിയായ പണ്ഡിതന്മാരല്ലേ, എല്ലാവരും ആയതോടുകൂടെ ദീനിയായ പണ്ഡിതന്മാരാണ്.